പലപ്പോഴും ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിക്കുന്നവരാണ് നമ്മളെല്ലാവരും. പല അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പല തരത്തിലുള്ള ചോദ്യങ്ങൾ ദൈവസന്നിധിയിൽ ഉയർന്നിട്ടുണ്ട്. ദൈവത്തിന്റെ ഭക്തനായ ദാവീദ് ദൈവസന്നിധിയിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. യഹോവേ, നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും? നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും? നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ. ചോദ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ചോദ്യം, ഒരിക്കൽ പോലും നാം ഒന്നും ചോദിക്കാൻ സാധ്യതയില്ലാത്തൊരു ചോദ്യം. ദൈവമേ, സിയോൻ പർവ്വതത്തിൽ, ദൈവത്തിന്റെ സ്വന്തം പർവ്വതത്തിൽ, ദൈവിക സാന്നിധ്യം ഇറങ്ങി നിൽക്കുന്ന പർവ്വതത്തിൽ, ആ വിശുദ്ധ പർവ്വതത്തിൽ വസിക്കാൻ ആഗ്രഹിച്ചിട്ട് ചോദിക്കുകയാണ്, അങ്ങയുടെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും? അങ്ങ് ഇറങ്ങി വരുന്ന സമാഗമന കൂടാരത്തിന്റെ ആ സാന്നിധ്യത്തിനകത്ത് ആര് പാർക്കും? ദൈവ സാന്നിധ്യത്തിൽ ഒരു സ്ഥിരത വേണമെന്ന്, ദൈവ സാന്നിധ്യം സ്ഥിരമായി അനുഭവിക്കണമെന്ന്, ദോസ് ഹു വാണ്ട് ടു സ്റ്റേ ഇൻ ഹിസ് പ്രസൻസ്, വന്ന് കയറി പോകുന്നവരായിട്ടല്ല, ആ സാന്നിധ്യത്തിൽ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഭക്തന്റെ അകത്തുനിന്ന് ഉയരുന്ന ചോദ്യമാണ്, യഹോവേ, നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും? ദൈവത്തിന്റെ സാന്നിധ്യം എന്നും അനുഭവിക്കാൻ ആർക്ക് കഴിയും? നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവന് കഴിയും. കളങ്കമില്ലാതെ ഉള്ളു തുറന്നിടപെടുക എന്ന് സാധാരണ പറയുന്നത് പോലെ ഉള്ളിൽ ഒന്ന് വെച്ച് പുറത്തൊന്ന് കാണിക്കാതെ, ഒരു കളങ്കവും ജീവിതത്തിൽ പറ്റാതെ സൂക്ഷിച്ച് നിഷ്കളങ്കനായി ജീവിച്ച്, വാക്കിലും പ്രവൃത്തിയിലും നിഷ്കളങ്കത സൂക്ഷിച്ച് സത്യം സംസാരിച്ച് നിലനിന്നാൽ മാത്രമേ സ്ഥിരതയുള്ള ഒരു ദൈവ സാന്നിധ്യം നമുക്ക് അനുഭവിക്കുവാനായി കഴിയൂ. ജീവിതത്തിൽ കളങ്കം പറ്റുന്നിടത്ത് ദൈവ സാന്നിധ്യത്തിൽ നിന്ന് നാം പുറത്താക്കപ്പെടുന്നു. അത് നമുക്ക് അനുഭവവേദ്യമാകാതെ വരുന്നു. പിന്നെയും മടങ്ങി വന്ന അനുതാപത്തോടെ സാന്നിധ്യത്തിൽ നിലവിളിക്കുമ്പോൾ പിന്നെയും അളവില്ലാതെ നമ്മിൽ പകരുന്നു. പക്ഷേ ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് ആഗ്രഹിക്കാം ഒരു സ്ഥിരതയുള്ള ദൈവ സാന്നിധ്യം, എന്നിൽ നിലനിൽക്കുന്ന ഒരു ദൈവ സാന്നിധ്യം. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, പക്ഷേ നീ എന്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കണം. എന്റെ ശക്തി നിന്നിലേക്ക് പ്രവഹിക്കണമെങ്കിൽ നീ നിഷ്കളങ്കനായിരിക്കണം. ആ നിഷ്കളങ്കതയ്ക്കകത്ത് നമുക്കും തുടരാം, ദൈവ സാന്നിധ്യത്തിൽ തുടരാം. ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988-22-1957 എന്ന നമ്പർ ഉപയോഗിക്കുക. എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചയും രാവിലെ 11 മുതൽ 12 മണി വരെയുള്ള സമയം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 079960010203.